ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ ദൈവം എന്നെയും സഹായിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും ദൈവവചനം പഠനം അല്ലെങ്കിൽ അതിൻ്റെ ദൈവവചനത്തിലുള്ള അറിവ് നമുക്ക് ധാരാളമായിട്ട് ആവശ്യമുണ്ട്. കാരണം പല നിലയിലും അത് നമ്മെ ശക്തിപ്പെടുത്തുകയും നമുക്ക് പ്രത്യാശ നൽകുകയും നമ്മളെ മുന്നോട്ട് നയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതുപോലെ ക്രിസ്തു എന്ന തലയോളം വളരാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് ദൈവവചന പാരായണം, ദൈവവചനത്തിൽ നിന്ന് അറിവ് നമുക്ക് വളരെ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ വിശുദ്ധി അനുദിനം വർദ്ധിച്ചു വരുവാനും നാം ദൈവത്തിൽ കൂടുതൽ ഉറയ്ക്കുവാനും പാപങ്ങളിലേക്കും മറ്റ് തെറ്റായ വഴികളിലേക്കും വഴുതിപ്പോകാതെ നമ്മെ കൈപിടിച്ച് നടത്തുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമുക്ക് പ്രത്യാശ നൽകുന്ന ഈ വചനം തീർച്ചയായും നമുക്ക് എപ്പോഴും ഒരു അത്യാവശ്യമാണ്. നമ്മുടെ വളർച്ചയ്ക്ക് അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പറ്റിയുള്ള ചില ചിന്തകളാണ് നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. നമുക്ക് ധാരാളം വാഗ്ദത്തങ്ങളെ പറ്റി അറിയാം. ഈ ലോകത്തിലുള്ള പലതരം വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയ കക്ഷികളാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അവര് വളരെ വാഗ്ദാനങ്ങൾ, ഇപ്പം കോൺഗ്രസിന്റെ ഒരു UDFന്റെ ഒരു വാഗ്ദാനങ്ങൾ കുറെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ LDFന്റെ വരും. അപ്പോൾ വിവിധ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നമ്മളും പലർക്കും മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും. ഞാൻ ശരിയാക്കിയേക്കാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ എല്ലാം വേണ്ട രീതിയിൽ ചെയ്തോളാം, ഞാൻ പ്രാർത്ഥിച്ചോളാം, അല്ലെങ്കിൽ അങ്ങനെ വിവിധ തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നമ്മളൊക്കെ പലർക്കും നൽകും. പക്ഷെ അത് പലപ്പോഴും അതൊന്നും ഫലത്തിലായിട്ട് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയാറില്ല. പലപ്പോഴും വാക്ക് ചിലപ്പോൾ നമ്മളങ്ങ് മാറിപ്പോവും, നാം മറന്നുപോകും. വിവിധ സാഹചര്യങ്ങളാൽ നമുക്ക് അതിൽ അടിയുറച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒരു പക്ഷേ വരാം. അപ്പൊ നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് ഒന്നും ഒരു ഗ്യാരണ്ടിയുമില്ല. നാം മനുഷ്യന്റെ വാഗ്ദത്തങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല. നാം ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് നമ്മൾക്ക് അത് നടത്തണമെന്ന് വലിയ ആഗ്രഹമില്ലാതെയും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും. നമുക്ക് വലിയ ആത്മാർത്ഥമൊന്നും കാണത്തില്ല. നമുക്ക് എന്നാലും ഓക്കെ, ശരി, ഞാൻ എല്ലാം ഏറ്റു കേട്ടോ, കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയും. പക്ഷെ പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വളരെ വ്യത്യസ്തമാണ്. കാരണം എന്താ? ദൈവത്തിന് കള്ളം പറയാൻ കഴിയില്ല. ദൈവം എന്തായാലും കള്ളം പറയില്ല, അത് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. നമ്മളൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും അവിശ്വസ്തരായിട്ടൊക്കെ തീരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവവചനത്തിൽ അനേക വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അതിൽ അനേക വാഗ്ദത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്, അനേക കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ട് അത് നടക്കാതെ പോയ, അല്ലെങ്കിൽ അത് വിജയിക്കാഞ്ഞ എന്തെങ്കിലും ഒരു സന്ദർഭം പോലും നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ചില കാര്യങ്ങൾക്ക് ഡിലേ വന്നിട്ടുണ്ട്, താമസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ താമസം വരുന്നത്? താമസം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ സമയത്തിന് അത് നാം നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു താമസമല്ല. കാരണം ദൈവത്തിൻ്റെ ടൈം ടേബിളും നമ്മുടെ ടൈം ടേബിളും ഒരിക്കലും സെയിം അല്ല. അനേകം പേരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാം. ഞാൻ അങ്ങനെ ചില കാര്യങ്ങളാണ് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരാളിൻ്റെ പേരാണ് അബ്രഹാം. അബ്രഹാമിന് അനേക വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തു.
ആദ്യമായിട്ട് കൊടുത്തത് നിനക്ക് സന്തതി ഉണ്ടാവും, നിന്റെ മക്കൾ കടൽക്കരയിലെ മണൽത്തരികൾ പോലെ, അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ പോലെ എണ്ണമില്ലാത്ത മക്കളും അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഉള്ള ഒരു വാഗ്ദത്തം കൊടുത്തു ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതിന് അബ്രഹാം എത്ര വർഷം കാത്തിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ആർക്കൊരു ഗസ് പറയാമോ? എത്ര വർഷം കാത്തിരുന്നു? 90 അത് ആയുസാണ്. അതല്ല, ദൈവം പറഞ്ഞു കഴിഞ്ഞിട്ട്, അതായത് ദൈവം വാഗ്ദത്തം കൊടുത്തിട്ട് ആ വാഗ്ദത്തം പൂർത്തിയാവാൻ എത്ര വർഷം എടുത്തു? 1 വർഷവും? ഇല്ല, അപ്രോക്സിമേറ്റ് 50 കൊല്ലോ? ഇല്ല. ഇല്ല, ഞാൻ തന്നെ പറയാം, നിങ്ങളെ കൂടുതൽ കൺഫ്യൂഷൻ ആകുന്നില്ല. കറക്റ്റ്, 25 വർഷം എടുത്തു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ 75-ാം വയസ്സിലാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. ദൈവം വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നിനക്ക് ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് സന്തതി ഉണ്ടാകും എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇത് ഫലവത്താകാൻ അബ്രഹാമിന് 100 വയസ്സായപ്പോഴാണ് ഈ ഇസാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര വർഷം? 25 വർഷം അബ്രഹാം കാത്തിരുന്നു. നമുക്ക് ചില വാക്യങ്ങളൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 6:15 ഒന്ന് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് 15. എബ്രായ ലേഖനം 6:15. ദീർഘക്ഷമയോടെ കാത്തിരുന്ന ഒരു അബ്രഹാമിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി മറ്റൊരു ചില വാക്യങ്ങളുടെ വായിക്കാം. റോമലേഖനം 4-ാം അധ്യായം 18 മുതൽ 21 വരെ. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 18 to 21. എന്നെ അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ലഭിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടുകൊണ്ടിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല. മതി. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നിന്നെ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അപ്പൊ ആശയ്ക്ക് വിരോധമായിട്ടാണ് അവിടെ വിശ്വസിച്ചത്. പിന്നെന്താ പറയുന്നത്? തനിക്ക് അബ്രഹാമിന്റെ ശരീരം നിർജീവമായി പോയെന്നാണ് അവിടെ വായിക്കുന്നത്. ഒന്ന് അത്. പിന്നെ സാറായുടെ ഗർഭപാത്രവും നിർജീവമായി പോയി. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പൊ അത്ര വയസ്സായി, അവർക്ക് യാതൊരു കാരണവശാലും മക്കൾ ഇനി ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളും ഈ 2 പേരും പ്രായാധിക്യത്താൽ നിർജീവത്വത്തിലേക്ക് കടന്നു വന്നതായിട്ടാണ് അവിടെ പറയുന്നത്. ശരിയാണ്. അന്നേരത്തെ സമയത്ത് പിന്നെ ഒരു എത്ര വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഇവരിത്, പക്ഷെ അബ്രഹാം ഇത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ഈ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയതായിട്ട് നമുക്ക് അറിയാം. പിന്നെന്താ പറയുന്നത്? അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അല്ലേ? അവിശ്വാസം ആരായാലും സംശയിക്കും. 75-ാം വയസ്സിൽ വാഗ്ദത്തം കിട്ടിയതാണ്. 80-ആയി, 85-ആയി, 90-ആയി, 95-ആയി, യാതൊരു അനക്കവും ഇല്ല, ഒരു ചലനവുമില്ല. 99 വയസ്സ് വരെ ഒന്നും അറിയത്തില്ല, ഒന്നും കാണുന്നില്ല, ഒരു പ്രതീക്ഷയില്ല, പോയി. അല്ലേ? നമ്മളൊക്കെയാണ് എന്ത് പറയും? ഓ, നടക്കാൻ പോകുന്നില്ല,
ഇത് ദൈവത്തിന് അങ്ങ് ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെങ്കിൽ ഇത് നടക്കണ്ടേ? അപ്പൊ നമ്മൾ പലപ്പോഴും ദൈവത്തെ അവിശ്വസിക്കാനൊക്കെ നമുക്ക് സാധ്യതയുണ്ട്. അവിടെ ഒരു വാക്കിയുടെ പറഞ്ഞില്ല, അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അവന് അത് നീതിയായി കണക്കിട്ടു. എന്തുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നത്? ഈ ഒരൊറ്റ കാര്യം മതി. ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന, ഒരു മാനുഷിക ബുദ്ധിയിൽ നോക്കുമ്പോൾ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരുന്നു. പോട്ടെ, കാത്തിരുന്ന് കിട്ടി, മകനുണ്ടായി. അവനെ എന്താണ് പറഞ്ഞത്? പോയി യാഗം കഴിക്കാൻ പറയുകയാണ്. എന്തോ ഒരു വെള്ളിടിയായിരുന്നു അത്, ഓർത്ത് നോക്കിക്കേ. നമുക്ക് ചിലപ്പം നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് അപ്പോഴേ മരിച്ചേനെ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ. പക്ഷെങ്കിൽ ദൈവത്തിന് ഈ കല്ലിൽ നിന്ന് പോലും തനിക്ക് സന്തതിയെ ഉണ്ടാക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ദൈവത്തിന് മറ്റൊരു പദ്ധതി ഈ എൻ്റെ സന്തതി പരമ്പരകൾക്ക് വേണ്ടി ഉണ്ട് എന്ന് അബ്രഹാം പൂർണ്ണമായിട്ട് വിശ്വസിച്ചത് കൊണ്ടാണ് അവിടെ നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായിട്ട് കടക്കുന്നില്ല. അവിടെ പറയുന്നുണ്ട് അബ്രഹാം അവനെ യാഗം അർപ്പിച്ചെന്നാണ് പറയുന്നത്. ഞാൻ ആ വാക്യം എടുക്കുന്നില്ല, നമുക്കറിയാം. കാരണം അവൻ മാനസികമായിട്ട് അവൻ ഇസാക്കിനെ അർപ്പിച്ചു. ഒരു സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ ഇസാക്കിന്റെ കഴുത്തിന് കത്തി വീഴുമായിരുന്നു. അപ്പോൾ പൂർണ്ണമായി ഈ ഇസാക്കിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു അബ്രഹാമിനെയാണ് നാം അവിടെ കാണുവാൻ കഴിയുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ചില സംഭവങ്ങൾ നടന്നു, നമുക്കറിയാവത്. നമ്മുടെ സാറാ കൊച്ചമ്മ ഒരു കാര്യം പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോഴത്തേന് 90 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേനെ, ഇനിയിപ്പം നമുക്കൊന്നും രക്ഷയില്ല. ഒരു കാര്യം ചെയ്യും, നമ്മുടെ വീട്ടിൽ ഹാഗാർ ഉണ്ടല്ലോ, ഹാഗാർ. അപ്പൊ അവരുടെ അടുത്ത് പോയി ആ വഴിക്കൂടെ നമുക്കൊരു കുഞ്ഞിനെ കെട്ടാൻ സാധ്യതയുണ്ട്, നോക്കാം. അതൊരു പരീക്ഷണമാണ്. ഗൈനിയില്ലായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അപ്പൊ നമ്മൾ ചിലപ്പോൾ ദൈവം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്തം തന്നിട്ടുണ്ട്. കുറെ കഴിയുമ്പോഴത്തേന് നമ്മൾ നമ്മുടേതായ ചില പദ്ധതികൾ കൂടി ഇത് ദൈവത്തിനെ സഹായിക്കാൻ നമ്മൾ ശ്രമിക്കും. ഇവരങ്ങനെ നോക്കിയതാ, അല്ലയോ? ദൈവം കുറച്ചുകൂടായിട്ട് പറഞ്ഞതാ, പക്ഷെ ഇത് നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടേതായ ഒരു ചിന്ത അടിയെ കൂടി നമുക്ക് ഒരു സന്തതി ഉണ്ടല്ലോ, ഒരാളിനെ കിട്ടും. അങ്ങനെയാണ് ഇസ്മായേൽ ഉണ്ടായത്. ഇസ്മായേൽ ഉണ്ടായതിന്റെ കഥയൊക്കെ നമുക്കറിയാം, അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല, ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കുകയാണ്. മധ്യപൂർവ്വ ദേശത്തൊക്കെ ഇപ്പോഴും അതിൻ്റെ വലിയ ശത്രുത്വം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പദ്ധതികൾ പലപ്പോഴും ഈ പറഞ്ഞ കുഴപ്പത്തിനങ്ങളിലേക്ക് ചെന്ന് ചാടും. ഇല്ലെങ്കിൽ നമ്മൾക്ക് കാത്തിരിക്കാനുള്ള ക്ഷമ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തെ നമ്മൾ സഹായിക്കൊന്നും വേണ്ട, ദൈവത്തിൻ്റെ സമയമുണ്ട്. അത് നാം മനസ്സിലാക്കണം. അപ്പൊ ഈ വാഗ്ദത്തങ്ങൾ നടപ്പിലാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടത്തില്ല. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നു, അല്ലെങ്കിൽ നിനക്ക് ഇന്ന കാര്യം ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ നിന്റെ മക്കളുടെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു കാര്യമായിരിക്കും, എന്തെങ്കിലും ആകട്ടെ, സാമ്പത്തിക കാര്യങ്ങളായിരിക്കും. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നാൽ അതിൽ നിന്ന് ഒരിക്കലും ദൈവം പിന്മാറത്തില്ല എന്നുള്ളൊരു അടിയുറച്ച വിശ്വാസം നമുക്ക് വേണ്ടത് അത്യാവശ്യമാണ്. വേറെ അനേക സന്ദർഭങ്ങളിൽ ഇതുപോലത്തെ ഡിലേ വന്ന് ഈ അബ്രഹാമിനെ 25 വർഷം പറഞ്ഞതുപോലെ മറ്റൊരു അനേക പേരുടെ കാര്യങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കും. ദാവീദ് രാജാവിന്റെ കാര്യം നമുക്കറിയാം. ദാവീദിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി. ഞാനതൊന്നും വായിക്കുന്നില്ല, വായിച്ച സമയം ഒരുപാട് പോകും. രാജാവാക്കി, പക്ഷെങ്കിൽ കുറെ കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളാണ് അവിടെ, അല്ലേ? ശൗല് ദാവീദിനെ കൊല്ലാൻ നോക്കുന്നു, എല്ലാം ഇതുണ്ട്. അവസാനം ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ഈ ശൗലിന്റെ കൈയാൽ തന്നെ മരിക്കും. അപ്പൊ അവൻ ആ വാഗ്ദത്തം ഇത് മറന്നുപോയി, ഞാൻ ഈ ശൗലിന്റെ കൈയാൽ മരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഗത്തിലേക്ക് ഓടിപ്പോയി. നമുക്കറിയാം, ആ ഭാഗമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഗത്തിലേക്ക് ഓടിപ്പോയപ്പോൾ അവിടെ എന്താ പറ്റിയത്?
ഈ ഗത്തിലെ രാജാവ് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഇവനെ കൂട്ടുവാണ്. അതായത് ഇസ്രയേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ഈ ദാവീദ് അവന്റെ സ്വന്തം ജനത്തിന് എതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴത്തേക്ക് അവിടുത്തെ ചില ആൾക്കാർ പറഞ്ഞു, ഇവനെ കൊണ്ടുപോയാൽ ഇവൻ നമുക്കെതിരെ തിരിയും, ഇവൻ വലിയ പ്രശ്നമാവും, നമ്മളെ തന്നെ ഇവൻ തോപ്പിക്കും എന്ന് ഗത്തിലെ രാജാവിനോട് പറഞ്ഞുകൊണ്ട് രാജാവ് ലാസ്റ്റ് പറഞ്ഞു, നീ ഇവിടെ നിന്നാ മതി, നീ ഞങ്ങളോട് വന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിലും വളരെ നിരാശാജനകമായ ഒരു സമയമായിരുന്നു അത്. വാഗ്ദത്തമുണ്ട്, ശരിയാ നീ രാജാവാകും, എല്ലാം അഭിഷേകം ചെയ്തു, അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. പക്ഷെങ്കിൽ അവന് സംശയത്തിന്റെ കണിയാണ്, ഞാൻ മരിച്ചുപോകും, ഇവൻ എന്നെ കൊല്ലും. കാരണം 2-3 പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചു, ഭിത്തിയോട് ചേർത്ത് കുത്താൻ നോക്കി, പല രീതിയിൽ കൊല്ലാൻ നോക്കി ഈ ശൗൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തുള്ള വിഷമഘട്ടങ്ങൾ, പ്രയാസത്തിന്റെ അനുഭവങ്ങൾ, വളരെ മാരകമായ രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുമ്പോൾ നാമും പലപ്പോഴും സംശയത്തിന്റെ കണികയിലേക്ക്, സംശയത്തിന്റെ ഇതിലേക്ക് നാമും ഒരു പക്ഷേ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരാളുടെ കാര്യം കൂടെ ഞാൻ പറയാം. നമുക്കറിയാം, ജോസഫ് സ്വപ്നത്തിൽ കൂടി ഒരു വാഗ്ദത്തം ജോസഫിന് കിട്ടി. എന്തുവായിരുന്നു? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും നിന്നെ നമസ്കരിക്കും. ജോസഫ് അത് വിശ്വസിച്ചു, കാര്യം ശരിയാ, ഇതിങ്ങനെ ഇവരോടൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ എത്ര വർഷം കഴിഞ്ഞ അവൻ പിന്നെ മിസ്രൈമിലെ 2ാമനായെന്നറിയാമോ? 22 വർഷങ്ങൾ. അപ്പോൾ ഈ സ്വപ്നം കണ്ടിട്ട് അവൻ, അത് പയ്യനായിരുന്നപ്പോഴാണ് സ്വപ്നം കണ്ടത്, 17 വയസ്സിലാണ് ഈ ജോസഫ് ഈ സ്വപ്നം കാണുന്നത്. പക്ഷെങ്കിൽ ഈ പ്രവചനം നിവർത്തിപ്പാൻ 22 വർഷം എടുത്തു. അതിനിടയ്ക്കുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇവനെ കിണറ്റി തള്ളിയിട്ടു, കൊല്ലാൻ നോക്കി, അവനെ വിറ്റ് കളഞ്ഞു, അവൻ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു, മനസാ വാച കർമ്മണ അറിയാത്ത കാര്യം പറഞ്ഞ് അവനെ ജയിലിലാക്കി. എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ. അവൻ ഈ വാഗ്ദത്തത്തിൽ അവന് വാസ്തവത്തിൽ അവൻ മറന്നു കാണും ചിലപ്പോൾ, അല്ലേ? അറിയത്തില്ല. പക്ഷെ അവൻ മറന്നിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ തെറ്റിലേക്ക്, പാപത്തിലേക്ക് വഴുതുവാൻ ഏറ്റവും സുരക്ഷിതമായ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പാപം ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ അവൻ എന്താണ് പറഞ്ഞത്? ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, ഈ ദൈവത്തിനെതിരായിട്ട് പാപം ഞാൻ ചെയ്യുകയില്ല എന്നാണ് അവൻ പറഞ്ഞത്. മനുഷ്യർക്കെതിരെ അല്ല. നമ്മളൊക്കെ പലപ്പോഴും പാപം ചെയ്യാതിരുന്ന മനുഷ്യരെ പേടിച്ച, അല്ലെ സഭയെ പേടിച്ച, അല്ലെ വീട്ടുകാരെ പേടിച്ച, മറ്റുള്ളവരെ പേടിച്ച, അല്ലേ? എന്നാൽ ഈ ജോസഫ് എന്താണ്? ദൈവത്തിന് വിരോധമായിട്ട് ഞാൻ ദൈവത്തിനെ മറന്ന്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകുകയില്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടുകൂടി വിശ്വസിച്ച് അതിനു വേണ്ടിയ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നം വന്നാലും നേരിടാൻ വേണ്ടി. അതായത് ഇങ്ങനെയാണ് അതിനെപ്പറ്റി പറയുന്നത്. ജോസഫിന്റെ പുതപ്പ് നഷ്ടപ്പെട്ടു, പക്ഷെ അവന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടില്ല. അവന് നഷ്ടം വന്നു, അനേകം നഷ്ടം വന്നു, അവൻ ജയിലിൽ കിടക്കേണ്ടി വന്നു ഈ കാര്യത്തിന് വേണ്ടി. പക്ഷെങ്കിൽ അവന് അവസാനം ദൈവത്തിൻ്റെതായിട്ടുള്ള സമയത്ത് അവൻ ഏറ്റവും വലിയ ഒരു സ്ഥാനത്തേക്ക്, രാജാവ് കഴിഞ്ഞാൽ അവൻ്റെ ഏറ്റവും അടുത്ത സ്ഥാനത്തേക്ക് അവൻ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇനി ചില ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പറ്റി പറയുന്ന ചില 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 7:1, 2 കൊരിന്ത്യൻ ചാപ്റ്റർ 7 വേഴ്സ് 1. ഇവിടുന്നാണ് പറയുന്നത്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കി
അപ്പോൾ നമുക്കും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വാഗ്ദത്തം ഉള്ളത് കൊണ്ട് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം ഒക്കെ നീക്കിക്കളയണം. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ജീവിത പ്രവൃത്തികളിലൊക്കെ വരുന്ന, നമ്മുടെ ജഡത്തിൻ്റെതായ പ്രവൃത്തികളിൽ വരുന്ന ആ കന്മഷങ്ങൾ, മാലിന്യങ്ങൾ ഒക്കെ നീക്കിക്കളയേണ്ടത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. തന്നെ വെടിപ്പാക്കി മുന്നോട്ട് വിശുദ്ധ ജീവിതം നയിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ട്. 2 പത്രോസ് 1:4 വായിക്കാം. 2 Peter chapter 1 verse 4. അത് വാഗ്ദത്തത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. പത്രോസ് 1:4. നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ സൃഷ്ടിക്കുന്നതും ക്ഷേമമാണെന്നും ഇല്ലാത്തതുമായ അവകാശമായ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അതെ. ലോകത്തിൽ മോഹത്താലുള്ള നാശം ഉൾപ്പെടുത്തി ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ഇവിടെ എന്താണ് പറയുന്നത്? അവിടെ മറ്റൊരു പറയാണ്, അതിമഹത്തായ ഒരു വാഗ്ദത്തം നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരേണ്ട ആവശ്യമുണ്ട്. എന്താണ് ദിവ്യ സ്വഭാവം? ദൈവത്തിൻ്റെ സ്വഭാവം, അല്ലെ നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം നമുക്കൊന്ന് ഓർത്തു നോക്കിയേ. എന്തൊക്കെ അത് ഒരു മനുഷ്യനും സാധിക്കാതെ, പൂർണ്ണമായി കർത്താവിൻ്റെ അതേ സ്വഭാവത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ നമുക്ക് ഈ അതിമഹത്തായ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് ഈ ദിവ്യ സ്വഭാവം നമ്മളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പക്ഷെ അതിന് നമ്മൾ പ്രവർത്തിക്കണം, അല്ലാതെ പറ്റത്തില്ല കേട്ടോ. ദൈവം എന്നെ എല്ലാം എനിക്ക് എൻ്റെ സ്വഭാവം കംപ്ലീറ്റ് അങ്ങ് മാറ്റട്ടെ. എനിക്ക് ദേഷ്യമുണ്ട്, എൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ ദേഷ്യമാണ്, അത് ഞാൻ മാറ്റത്തില്ല. ദൈവം വേണേ മാറ്റിക്കോണം എൻ്റെ സ്വഭാവം. ദൈവം എൻ്റെ സ്വഭാവമൊക്കെ മാറ്റി എന്നെ നല്ലവനാക്കി ദൈവം തീർത്തോണം, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് ചെയ്യാവുന്ന കാര്യം ദൈവം ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തേ മതിയാവുകയുള്ളൂ. ഒരു എനിക്കൊന്ന് ജോൺ ഗ്രീൻബർഗ് പറഞ്ഞു തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മോശപ്പെട്ട ഒരു പ്രോഗ്രാം, വളരെ വൾഗറായിട്ടുള്ളൊരു പ്രോഗ്രാം വരുന്നു. അപ്പോൾ നമ്മൾ, കർത്താവേ നീ ഗബ്രിയേൽ ദൂതനെ അയച്ച് ഈ TV റിമോട്ട് ചാനലൊന്ന് മാറ്റി തരണേ, അല്ലെ ഈ TV ഓഫ് ചെയ്യണേ എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പിന്നെ നടക്കുന്ന കാര്യമാണ്. അതുപോലെ നമ്മൾ പിന്നെ കൃഷി ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ എഴുന്നേറ്റ് കണ്ടെത്തി പണിയുകയൊക്കെ ചെയ്യണം. അപ്പം ഒരാൾ പ്രാർത്ഥിക്കുക, കർത്താവേ ആ ഗബ്രിയേലിനെയും അവിടുത്തെ ആ മാലാഖമാരെ ദൂതന്മാരെയൊക്കെ വെച്ച് എൻ്റെ പറമ്പൊന്ന് കിളച്ചു തരണേ. അപ്പോൾ അത് എനിക്ക് വളരെ രസമായിട്ട് തോന്നി. അത് പുള്ളി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മിഖായേലോ ഗബ്രിയേലോ ദൂതന്മാര് ആരുടെയും പറമ്പ് കിളയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രസകരമായ കാര്യം ഞാൻ ഓർക്കുന്നു. അപ്പോൾ അതാരാ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യണോ അത്, അല്ലേ? ദൈവം വിളവ് തരും, ദൈവം മഴ തരും, ദൈവം സൂര്യപ്രകാശം തരും, ഇതെല്ലാം ദൈവം തരും. പക്ഷെ നമ്മൾ ഇറങ്ങി കിളച്ച് വെള്ളം ഒഴിക്കുകയൊക്കെ നമ്മൾ ചെയ്യണം. എന്തുകൊണ്ടാണ് ലാസറിനെ ഉയർപ്പിക്കാൻ നേരത്ത് മരിച്ച് 4 ദിവസം ആയ ഒരു വ്യക്തിയെ ഉയർപ്പിക്കാൻ പറ്റുന്ന ഒരു കർത്താവിന് ആ കല്ല് അങ്ങോട്ട് മാറാൻ പറഞ്ഞാൽ പോരെ? വേണേ പറയാം, അല്ലേ? നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ കാര്യം ചെയ്യുന്ന ഒരു കർത്താവിന് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായി കല്ലങ്ങ് മാറിക്കോ എന്ന് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നാം ഒരു കാര്യം ഓർത്തു, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. എന്താണ്? നിങ്ങളെ ഞാൻ ഉയർപ്പിക്കും. നമ്മൾ മരിച്ചാലും ആ ഒരു സമയത്ത് നിങ്ങളെ ഞാൻ ഉയർപ്പിക്കും. മരിച്ച് 4 ദിവസം കഴിഞ്ഞ ഒരു വ്യക്തിയെ, നാറ്റം വെച്ച അവസ്ഥയിൽ ചീഞ്ഞു തുടങ്ങിയ ഒരു ശരീരം കർത്താവിന് ഉയർപ്പിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ച് എത്ര വർഷം കഴിഞ്ഞാലും നമ്മളെ ഉയർപ്പിപ്പാൻ കർത്താവിന് കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അവിടെ അന്ന് ആ കാനായിൽ അവിടെ ലാസറിന്റെ ഭവനത്തിൽ നടന്നത്, അല്ലേ? അപ്പൊ അത് വലിയൊരു വാഗ്ദത്തമാണ്.
ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിക്കാം, എബ്രായ ലേഖനം 8:6 ഒന്ന് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 8 വേഴ്സ് 6. എബ്രായ ലേഖനം 8:6. നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ അത് തന്നെയല്ലേ പറയുന്നത്, വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ നമുക്ക് സ്ഥാപിച്ച് തന്നിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി വലിയ ബോധവാന്മാരൊന്നും അല്ല. പലപ്പോഴും ഇങ്ങനെ ചില കാര്യം നമ്മൾ ഈ മാനുഷിക നിലയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ വാഗ്ദത്തമൊക്കെ ഉണ്ട്, ദൈവത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഇങ്ങനെ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ദൈവവചനം വായിച്ചു ഇങ്ങനെ ദൈവത്തിൽ ഇങ്ങനെ നിന്നെ നീ അടിയുറച്ച് വിശ്വസിച്ചാൽ മതി, പിന്നെ എല്ലാ കാര്യങ്ങളും നിന്റെ രോഗമൊക്കെ മാറും, നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് പറഞ്ഞ ഒരു ദേവദാസനോട് ആ വിശ്വാസി പറയാണ്, അങ്ങനെ വേദോസ്തത്തിൽ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതുവല്ലോ നടക്കുന്ന കാര്യമാണോ? അപ്പൊ നമ്മുടെ പൊതുവേ ഉള്ള നമ്മുടെ ചിന്തകൾ ഈ പ്രകാരമാണ്. അങ്ങനെ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കുവാനോ ഇത് വിശ്വസിക്കുവാനോ ഉള്ള ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല. ഞാൻ മുന്നോട്ട് പോകട്ടെ. എഫേസ്യ ലേഖനം 1:14 ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 14. എഫേസ്യ ലേഖനം 1:14 ഒന്ന് വായിക്കാം. അവകാശത്തിന്റെ അച്ചാരമായ ഇവിടെ കർത്താവ് പറഞ്ഞ് നമുക്കറിയാം, ഞാൻ പോയാൽ ഞാൻ കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. കാരണം ശിഷ്യന്മാരെല്ലാം വളരെ കർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ആരുമില്ല ഞങ്ങളെ നിയന്ത്രിക്കാൻ, അല്ലെ ആരുമില്ല ഞങ്ങളെ ധൈര്യപ്പെടുത്താൻ, എന്തു ചെയ്യും? അതുകൊണ്ടാണ് പത്രോസൊക്കെ പിന്നെ മീൻ പിടിക്കാൻ പോയത്. കർത്താവോ പോയി, ഇനിയും ചില പച്ചരി വാങ്ങിക്കണമെങ്കിൽ വല്ല മീനോ വല്ലതും പിടിച്ച് വിറ്റിട്ട് വേണം പിന്നെ മുന്നോട്ട് പോകാൻ എന്നുള്ള ചിന്തയിലാണ് മീൻ പിടിക്കാൻ തുടങ്ങിയത്. പക്ഷെ കർത്താവിൻ്റെ ഈ വാഗ്ദത്തം ഇവർ അന്നേരം ഓർത്തില്ല. വാസ്തവം പറഞ്ഞു അല്ലേ, ഞാൻ പോയാൽ പൈസാത്മാവിനെ നിങ്ങൾക്ക്, പൈസാത്മ എന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും, അതിൻ്റെ മുദ്ര നിങ്ങളിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് മറന്നുപോയി. അത് അക്ഷരാർത്ഥത്തിൽ നടന്ന കാര്യമല്ലേ? പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്നതും നമ്മളെ വിശുദ്ധ ജീവൻ നയിക്കാൻ നമ്മെ സഹായിക്കുന്നതും നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവാണല്ലോ. അതുകൊണ്ടാണല്ലോ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ അടിപതറാതെ നമുക്ക് നിൽക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് നിരാശയുടെ, പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ ഒക്കെ അവസരങ്ങൾ വരുമ്പോൾ നമ്മെ ധൈര്യപ്പെടുത്തുകയും അല്ലെങ്കിൽ നാം തെറ്റായ വഴികളിൽ പോകാതെ നമ്മെ സൂക്ഷിക്കുന്നതും നേരായ വഴിയിൽ നമ്മെ നടക്കുവാൻ സഹായിക്കുന്നതും ഈ പരിശുദ്ധാത്മാവ് ആണ്. അത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. ഞാൻ നിങ്ങൾക്ക് അയക്കും. അവരതിനുവേണ്ടി കാത്തിരുന്നു, അങ്ങനെ അത് പ്രാപിച്ചു അവർ. അപ്പോൾ നാം രക്ഷിക്കപ്പെടുന്ന അതേ സമയം തന്നെ ആ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതായിട്ട് നമുക്കറിയാം. പരിശുദ്ധാത്മാ അഭിഷേകം അല്ലെ ആ മുദ്ര നമുക്ക് ലഭ്യമാകുകയാണ്. അങ്ങനെയാണ് എപ്പോഴും നമ്മൾ മന്ത്രിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ സ്വരം നാം കേട്ടുകൊണ്ട് അവന്റെ അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇത് പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കുന്നു, അല്ലെ അവനെ അതിന് കീഴ്പ്പെട്ടിരുന്നു കൊണ്ട് നാം അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമുണ്ട്. 1 യോഹന്നാൻ 2:25 ഒന്ന് വായിക്കാം. 1 John chapter 2 verse 25 ഒന്ന് വായിക്കാം. നമുക്കൊരു വലിയൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്താണ്? നിത്യജീവൻ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യാശ. അതുകൊണ്ടാണ് നാം മരണത്തെ ഭയപ്പെടരുത് എന്ന് പറയുന്നത്. അതാണ് കാരണം ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം
എപ്പോഴവസാനിക്കുമെന്നുള്ളത് നമുക്കറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെങ്കിൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം അവസാനിച്ചാലും നമുക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങളെ ഓർത്ത് നാം നിരാശപ്പെടുക ആവശ്യമില്ല. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്. 60, 70, 80, 90 വരെ ചിലപ്പോൾ പോയെന്നിരിക്കും. പക്ഷെങ്കിൽ അതിനൊരു അറുതിയുണ്ട്, അതിന് പരിധിയുണ്ട്. പക്ഷേ പരിധിയില്ലാത്ത, എത്ര വർഷമെന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത അനന്തകോടി വർഷങ്ങൾ നമുക്ക് ഒരു ജീവിതമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ആ ഒരു നാശമില്ല, എന്നൊന്നും കർത്താവിനോടൊത്ത് നാം ആയിരിക്കും എന്നുള്ള വലിയ ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. നാം അതിൽ അടിയുറച്ച് പൂർണ്ണമായി വിശ്വസിക്കുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ലോകത്തിലെ നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമുക്ക് സാരമില്ല എന്ന് എണ്ണുവാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസിന് കാരാഗൃഹത്തിന്റെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ കഴിഞ്ഞപ്പോഴും, കൈയും കാലും ആമത്തിലിട്ട് പൂട്ടിയപ്പോഴും സന്തോഷിക്കുവാനും മറ്റുള്ളവർക്ക് ലേഖനങ്ങൾ എഴുതുവാനും ഒക്കെ കഴിഞ്ഞത്. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. കർത്താവിൻ്റെ കൃപയിൽ, ഞാൻ കൃപയെപ്പറ്റി ഞാൻ സംസാരിച്ചാണ്, ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ നിത്യജീവൻ ഒരു വലിയൊരു വാഗ്ദത്തമാണ്. അതിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈ ലോകത്ത് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് ക്യാൻസർ വന്നു, എനിക്കിനി ഒരു ചികിത്സയുമില്ല, ഡോക്ടർമാരെല്ലാം തള്ളി. എന്താണ് നമ്മുടെ പ്രത്യാശ? ഞാൻ മരിച്ചാൽ ദൈവത്തോട് കൂടെ ആയിരിക്കും, കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു. എനിക്ക് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭവും എന്ന് പറയുന്നത്. അങ്ങനെ ആർക്കാണ് പറയാൻ കഴിയുന്നത്? നമുക്ക് പറ്റുമോ? നമുക്ക് ഈ ലോകത്തെ വിട്ടുപോകാനൊക്കെ വളരെ വിഷമമായിരിക്കും. അയ്യോ, എന്തൊക്കെ കാര്യങ്ങൾ, എൻ്റെ വസ്തുക്കൾ, വകകൾ, ബാങ്ക് ബാലൻസ്, എൻ്റെ മക്കള്, മറ്റുള്ള അനേക കെട്ടുപാടുകൾ നമുക്ക് ഈ ലോകത്തിൽ ഇങ്ങനെ ഉണ്ട്. എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കൊതി തീർന്നില്ല, ആണ് ഇനിയും കുറച്ചുകൂടെ സമ്പാദിക്കണം, കുറച്ചുകൂടെ ഞാൻ സ്ഥാനമാനം എനിക്ക് നേടണം, മറ്റുള്ളവരെന്നെ വലിയ നിലയിൽ അഭിനന്ദിക്കണം, അല്ലെങ്കിൽ ആ വലിയ ഉന്നതനാവണം, അങ്ങനെയൊക്കെ ഉള്ള അനേകം ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ഒന്നും ആയിട്ടില്ല, എനിക്ക് ബാങ്ക് ബാലൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പറമ്പും കൂടെ വാങ്ങിച്ചു കൂട്ടണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ നിത്യജീവൻ നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. അതിൽ അടിയുറച്ച് നാം വിശ്വസിക്കണം. നമുക്ക് അനേക വാഗ്ദത്തങ്ങൾ, അതായത് 10,000-നടുത്ത് വാഗ്ദത്തങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് വാഗ്ദത്തങ്ങൾ ഇങ്ങനെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഒരു വാഗ്ദത്തം എന്തുവാ? ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമുക്ക് വിശ്വാസമുണ്ടോ അത് പൂർണ്ണമായിട്ട്? ദൈവം കൈവിടത്തില്ല, നമുക്കറിയാം. അത് നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശരിയാ. പക്ഷെങ്കിൽ അതിൽ നമുക്ക് എത്രമാത്രം 100% ആത്മാർത്ഥതയോടുകൂടി നാം അത് വിശ്വസിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അത് കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്, വേറൊരു വ്യക്തിയല്ല. ഞാൻ ചിലപ്പോൾ ബാക്കി നമ്മളെല്ലാം ചിലപ്പോൾ കൈവിട്ടെന്നിരിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷെങ്കിൽ ആ തക്ക സമയം വരുമ്പോൾ ചിലപ്പോൾ സഹായിച്ചില്ലെന്നും വരും. പക്ഷെങ്കിൽ വാക്ക് മാറാത്ത, കള്ളം പറയാത്ത, സത്യം മാത്രം പറയുന്ന ഒരു ദൈവത്തിൻ്റെ ആ വാക്കിൽ നാം പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. ഞാൻ വാക്യം ഒന്നും എടുത്ത് വായിക്കുന്നത്, നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. ലോകാവസാനത്തോളം, അതുപോലെ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയാതെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ള എന്തുമാത്രം വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം അതിൽ എത്രമാത്രം അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ചെയ്യേണ്ട കാര്യം.
അതുപോലെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പോയി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ വന്ന് നിങ്ങളെ വീണ്ടും ചേർക്കും. അല്ലേ? അപ്പൊ കർത്താവ് പറഞ്ഞ വാക്കുകളാണ് അതൊക്കെ. ഇതൊക്കെ നമുക്കിങ്ങനെ ഇതൊക്കെ അറിയാം, കാര്യം ശരിയാ. പക്ഷെ നാം പലപ്പോഴും ഇത് പിന്നെ ചിലർ പറയുന്നുണ്ട്, ഓ കർത്താവ് വന്നു ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് 2000 വർഷമായി ഇതുവരെയും കർത്താവ് വന്നിട്ടില്ല, നീ എന്ന് വരാനാ അല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതെന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ ഈ വാഗ്ദത്തങ്ങളിൽ അടിയുറച്ച വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അബ്രഹാമിന്റെ കാര്യം ഞാൻ പറഞ്ഞു, 25 വർഷം അതിനുവേണ്ടി കാത്തിരുന്നു. അബ്രഹാം ഒരിക്കലും നിരാശപ്പെട്ട് എനിക്ക് ഈ ദൈവത്തെ വേണ്ട, കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ച ഈ ദൈവത്തെ എനിക്ക് വേണ്ട, ആരെങ്കിലും പറഞ്ഞു പോകും ഇല്ലേ? കാത്തിരുന്ന് മടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ നമ്മുടേതായിട്ടുള്ള പദ്ധതികളൊക്കെ ഇട്ട് ദൈവത്തെ സഹായിക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം, ഞാൻ ഇനി എൻ്റെ കാര്യം നോക്കാം, ഇത്രയും നാൾ ഞാൻ ദൈവത്തെ വിളിച്ചൊക്കെ നോക്കി നടന്നു, അത് നടന്നില്ല, ഇനിയിപ്പം ദൈവം ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല, നമ്മുടെ തന്നെ വഴി നോക്കാമെന്ന് ചിന്തിക്കുന്ന സന്ദർഭം പലപ്പോഴും അനേകരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞു, ഇസ്മായിലിന്റെ കാര്യം പറഞ്ഞു, അവരുടെ സ്വന്തം പദ്ധതികൾ പരാജയപ്പെട്ടു പോയി, വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിയവർ. അതുപോലെ തന്നെ ദാവീദ് രാജാവ്, അവൻ താൻ അനുഭവിച്ച എന്തൊക്കെ പ്രശ്നങ്ങൾ കൂടി താൻ കടന്നുപോയി. എന്നിട്ടും അവസാനം വരെ ദാവീദിനെ പറ്റി എന്താണ് പറയുന്നത്? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. പക്ഷെ നമുക്കെല്ലാം ഇതുപോലത്തെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും പല പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നാം ഒരു പക്ഷെങ്കിൽ അവിശ്വാസത്തിൻ്റെ കണികകൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷെങ്കിൽ ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ അതിനൊക്കെ നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. യോസഫിന്റെ കാര്യം ഞാൻ പറഞ്ഞു, 22 വർഷത്തോളം അവൻ എടുത്തു അവൻ്റെ ഒരു നിലയിൽ അവൻ എത്തുവാൻ. എന്തൊക്കെ പ്രശ്നങ്ങൾ കൂടി കടന്നുപോയി, വളരെ ബുദ്ധിമുട്ടുള്ള കാരാഗ്രഹത്തിൻ്റെ, ഒട്ടക്കിണറിൻ്റെ, കഷ്ടപ്പാടിൻ്റെ വലിയ കഷ്ടപ്പാടിൽ കൂടി അവൻ കടന്നുപോയി. പക്ഷെങ്കിൽ ദൈവം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ആ വാക്ക് ദൈവം നിവർത്തിക്കും, യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിലും നാം അങ്ങനെ തന്നെ ചിന്തിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതിമഹത്തായ വാഗ്ദത്തമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ ആണ് നമ്മൾ പ്രത്യേകതയുള്ളവരാണ്, ദൈവത്തിൻ്റെ മക്കളാണ് നാം. നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയൊരു വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ നമുക്ക് ഉള്ളതുകൊണ്ട് നാം അനാഥരല്ല, നമ്മെ എപ്പോഴും വഴി നടത്തും. നിത്യജീവന്റെ ഒരു വാഗ്ദത്തം നമുക്കുണ്ട്, നിത്യജീവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ലോകത്തിലെ ജീവിതം ചിലപ്പോൾ കുറവായിരിക്കും, സാരമില്ല, എനിക്ക് 50 വയസ്സേ ഉള്ളൂ, അല്ലെ 60 വയസ്സേ ഉള്ളൂ, അല്ലെ 30 വയസ്സേ ഉള്ളൂ, എത്ര ആയിക്കോട്ടെ, എത്ര നാള് നാം ജീവിക്കുന്നു എന്നതിലല്ല, കൂടുതൽ ദീർഘവർഷങ്ങൾ ജീവിക്കുന്നതിൽ കാര്യമില്ല. നാം ദൈവത്തിന് വേണ്ടി എന്താണ് നാം ചെയ്തത്, അല്ലെ ദൈവത്തിന് വേണ്ടി എന്താണ് എൻ്റെ നിക്ഷേമ സ്വർഗത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു കർത്താവുണ്ട്. പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, പക്ഷെങ്കിൽ നമ്മെ കൈവിടാത്ത, ലോകാവസാനത്തോളം നമ്മോട് കൂടെയുണ്ട് എന്ന് വാക്ക് പറഞ്ഞ ഒരു കർത്താവുണ്ട്. മക്കളൊക്കെ ചിലപ്പോൾ കൈവിടും, സഹോദരന്മാർ കൈവിടും, ബന്ധുക്കളെല്ലാം ചിലപ്പോൾ തള്ളിക്കളയും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആരും ഒരൊറ്റ മനുഷ്യൻ കാണത്തില്ല. നല്ല രീതിയിലൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കും. പക്ഷെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൂടി കടന്നു പോകുമ്പോൾ എല്ലാവരാലും തള്ളപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം എന്താ? എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പേര് ദോഷമാണ്, അല്ലെ എനിക്ക് തന്നെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പലപ്പോഴും മാറി നിൽക്കുന്ന അവസ്ഥ നമുക്ക് പലപ്പോഴും മനുഷ്യരിൽ കാണുവാൻ കഴിയും. പക്ഷെങ്കിൽ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ ഒരു കർത്താവിലാണ് നാം ആശ്രയിച്ചത്. ഒരു നാളും വാക്ക് മാറാത്ത, ഒരു അവിശ്വസ്തയും കാണിക്കാത്ത, ഒരു കള്ളവും പറയാനാകാത്ത ഒരു ദൈവത്തിൽ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുകയാണ്. തീർച്ചയായും സ്ഥലമൊരുക്കും, നമുക്ക് വീണ്ടും വന്ന് നമ്മളെ ചേർക്കും. എൻ്റെ സമയം അധികമില്ല, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നാം അപഗ്രഥിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനിയും അധിക നാളൊന്നും ഈ രീതിയിൽ ലോകം മുന്നോട്ട് പോവുകയില്ല. ഇതിൻ്റെ ഒരു അവസാനമുണ്ട്, കർത്താവിൻ്റെ ഒരു സമയമുണ്ട്.
കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് തക്ക സമയത്ത് തന്നെ നടക്കും, യാതൊരു സംശയവുമില്ല. ആ കർത്താവിൻ്റെ അമിതമായ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ഒരു ചെറിയൊരു പൊത്തോരുത്ത വിശ്വാസമല്ല ഞാൻ ഈ പറയുന്നത്, പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ഉറപ്പുണ്ട്, കർത്താവ് എനിക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യുകയില്ല, ഇതെനിക്ക് ദോഷത്തിനല്ല, ഇതെനിക്ക് നന്മയ്ക്കായിട്ടാണ്, ഈ പ്രശ്നം എനിക്ക് നന്മയ്ക്കായിട്ടാണ്, ഈ പ്രതിസന്ധി ഞാൻ കടക്കും. ഒരു അച്ഛൻ പാടിയതുപോലെ, ഈ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഈ ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാത്രിക്ക് ഒരു പകലുണ്ട് എന്നുള്ള ആ ഒരു ഗാനം നമുക്ക് വളരെ ഫേമസ് ആയിട്ട് പാട്ടുകളാണ്. അച്ഛനെ വളരെ പ്രതിസന്ധികൾ കൂടി കടന്നു പോയപ്പോൾ അച്ഛനെ മുന്നോട്ട് നയിച്ച ഒരു വാക്കുകളായിരുന്നു അത്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ജീവിതമല്ല. പക്ഷേ ആ പ്രശ്നത്തിലും പ്രതിസന്ധികളും നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപ തീർച്ചയായും നമ്മെ വഴി നടത്തും. അവൻ്റെ അമിതമായ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.